ഈ പരിസരത്ത് താമസിക്കുന്ന ഒരുപാട് ഇതര മതത്തിൽപ്പെട്ടവരാണ് ഇവിടെ താമസിക്കുന്നത്. സ്നേഹസാഗരം ഇവിടെ നടത്താൻ വേണ്ടി സ്ഥലം വാങ്ങുമ്പോൾ മുസ്ലിങ്ങളെ കുറിച്ച് ഹൈന്ദവർക്കുള്ള തെറ്റിദ്ധാരണ പോലെ തന്നെ ഹൈന്ദവരെ കുറിച്ച് മുസ്ലിങ്ങൾക്കും ചില തെറ്റിദ്ധാരണകളുണ്ട്. അവർ മോശക്കാരാണ്, അവർ സ്നേഹമില്ലാത്തവരാണ്, ഇത്തരം സംവിധാനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് എന്നൊക്കെ. പക്ഷെ ഇവിടെ അയ്യപ്പ ഭക്തന്മാർ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഇവിടെ വന്ന് എവരോട് യാത്ര ചോദിച്ചു പോകുന്നത് കണ്ട ഈറനണിഞ്ഞുപോയ രംഗം മനസ്സിൽ നിന്നുമായില്ല. മുകളിൽ അയ്യപ്പ ഭക്തന്മാരുടെ ഭജനപ്പാട്ട് വെക്കുമ്പോ അവരുടെ ഓഫീസിൽ വിളിച്ചു പറഞ്ഞു, ഇവിടെ എന്തെങ്കിലും മജ്‌ലിസോ മറ്റോ നടക്കുകയാണെങ്കിൽ ഞങ്ങളോടൊന്ന് വിളിച്ചു പറയണം, ഞങ്ങൾ പാട്ടിന്റെ വോള്യം കുറച്ചു വെച്ച് തരാം എന്ന് പറഞ്ഞ് ഞങ്ങളോട് സഹകരിച്ചു. ഒരു ദിവസം അവർ ചോദിച്ചു, ഞങ്ങൾ അവിടെ വെക്കുന്ന കഞ്ഞി ഇവിടെ കൊണ്ട് കൊടുത്താൽ ഇവിടത്തെ രോഗികൾക്ക് കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? സന്തോഷത്തോടു കൂടി അവർ ഭക്ഷണം വെച്ച് ഇവിടെ വിളമ്പിക്കൊടുത്തു. ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ നോക്കുമ്പോ ഈ പരിസരത്തുള്ള ഒരു 10-15ഓളം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ ഗേറ്റ് തുറന്ന് ക്യാൻറ്റീനിലേക്ക് പോകുന്നുണ്ട്. ഞാൻ ഓഫീസിൽ ചോദിച്ചു, അവരെന്തിനാണ് പോകുന്നത്? അപ്പോൾ രാജുവട്ടൻ പറഞ്ഞു, ഇന്ന് അവരുടെ ഫുഡാണ് ഉസ്താദെ, അവരാണ് വിളമ്പി കൊടുക്കുന്നത്, അവരാണ് ഭക്ഷണം കൊണ്ടുവന്നത്. അങ്ങനെ ഹൃദയത്തെ വല്ലാതെ സ്നേഹത്തിന്റെ നനവുകൊണ്ട് തോൽപ്പിച്ചവരാണ് ഈ പരിസരവാസികൾ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്നും ഇസ്ലാമിന്റെ സൗന്ദര്യം എന്താണെന്നും അവർക്കിടയിൽ വന്ന് ഒരു സ്നേഹക്കൊട്ടാരം ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നത് എന്റെ ജീവിതത്തിൽ അള്ളാഹു തന്ന മഹാഭാഗ്യമാണ്. ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ പരക്കുമ്പോ അതിനിടയിൽ അലിവിന്റെ ആർദ്രതയുടെ ചിറക് വിടർത്തി സ്നേഹസാഗരം ഉയർന്നു നിൽക്കുന്നത് എന്നും മാഷാ അല്ലാഹ് ഒരു അഭിമാനം തന്നെയാണ്. ഇവിടുത്തെ ദുആ ലിസ്റ്റുകളിൽ പരിശോധിച്ചാൽ, ഇവിടെ സാധന സാമഗ്രികൾ കൊടുക്കുന്നവരെ പരിശോധിച്ചാൽ ഒരളവിനപ്പുറം നമുക്ക് ഇതര മതത്തിൽപ്പെട്ടവരെ കണ്ടെത്താൻ കഴിയും. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഈ സ്നേഹവും സഹാനുഭൂതിയും ഈ ഇഷ്ടവും ഒക്കെ നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അത് എപ്പോഴും നമുക്ക് നല്ലതാണ്. ഒരു മാനുഷിക സ്നേഹത്തിന്, ഒരു അടുപ്പത്തിന്, ഒരു അതിർപ്പത്തിന് അകൽച്ചയില്ലാണ്ടാവാനൊക്കെ അതെപ്പോഴും നമുക്ക് നല്ലതാണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് ഇവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തത്